വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ നടപടി ബിജെപിയുടെ ദുരുദ്ദേശം നടപ്പിലാക്കാനുള്ള അജണ്ടയാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും വലിയ നടപടിക്രമം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പുതുക്കലാണ്. അതിൽ കയറി കൃത്രിമം നടത്താൻ ശ്രമിക്കുക എന്നത് ജനാധിപത്യപരമായി രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അന്ത്യം കുറിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മുമ്പിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ബീഹാർ. ആ എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ ഘട്ടത്തിലും അതായത് എൻറോൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ താമസമില്ലാത്ത സ്ഥലത്ത് പോലും ആളുകളുടെ നമ്പർ കൊടുക്കുന്നത് പലവിധ വിചിത്രമായ സംഗതികൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ട് ഇടപെടലുകളും അന്വേഷണവും ഒക്കെ വെച്ച് നോക്കി കിട്ടിയ ഫലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എലക്ഷൻ പ്രോസസ്സിൽ തന്നെ കയറി ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ഒരു നീക്കത്തിൽ പോവുകയാണ്. ഇത്തരത്തിലുള്ളൊരു വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന നടപടിയെ ഈ കണ്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിനെ എതിർക്കേണ്ടി വരും. അക്കാര്യത്തിൽ സംശയമില്ല. എതിർക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം മോഡിൽ എങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ഇന്ത്യ അലയൻസ് സംഘടനകൾ ആലോചിച്ച് തീരുമാനിക്കുകയും അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇലക്ഷൻ നമുക്കറിയാം ബാലറ്റ് ഇത് പുതുക്കുന്ന കാര്യത്തിൽ ഇത്തരം സമീപനം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ പിടിക്കേണ്ട കാര്യമല്ലല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിൻ്റെ നവീകരണമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്രിമം നടത്താൻ വേണ്ടി മയക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന നടപടിയാണത്. അതിനെ എതിർക്കാതിരിക്കാൻ ഒക്കില്ല. ശക്തമായിട്ട് അതിനെ എതിർക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ PMCയുടെ CPI ഇപ്പോൾ കിടന്നു നിൽക്കുകയാണ്. മുന്നണി വിട്ട് പോരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ? കരുതാൻ പറ്റുമോ? അങ്ങനെയല്ല. അതിപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അക്കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട നമ്മുടെ മുമ്പിൽ വരുന്ന സമീപനം എന്താ വെച്ചാൽ ഇവരിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു കാലത്ത് ഇവർ തന്നെ ശക്തിയായിട്ട് എതിർത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് 2020 NP ഈ NP പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ തലത്തിലും ഒരുപാട് എതിർക്കപ്പെട്ട കാര്യങ്ങളുണ്ട്.